ദേശീയപാത തകർന്ന ചാവക്കാട് മണത്തല മേഖലയിൽ സാമ്പിൾ ഇന്ന് ശേഖരിക്കും. വിള്ളലുണ്ടായ ഭാഗത്ത് കുഴിച്ചു നോക്കി ഇന്ന് സാമ്പിൾ ശേഖരിക്കും. കൂടുതൽ പഠനം വേണമെന്ന് ഇന്നലെ സന്ദർശനം നടത്തിയ വിദഗ്ധ സമിതി നിർദ്ദേശിച്ചിരുന്നു. MS ലിഷോയുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ലിഷോയ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ആ സ്ഥലം, വിള്ളലുണ്ടായ സ്ഥലമൊക്കെ കുഴിച്ചു നോക്കി സാമ്പിൾ പരിശോധിക്കും എന്നാണ് പറയുന്നത്. എന്തായിരിക്കും ഇവരിതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? മണ്ണ് പരിശോധന തന്നെ ആയിരിക്കുമോ? ഗുഡ് മോർണിംഗ് മോദി. അതായത് ചാവക്കാട് മണത്തല ഈ ദേശീയപാതയുടെ അപ്രോച്ച് റോഡിലാണ്, ഈ പാലത്തിന് മുകളിലേക്കുള്ള അപ്രോച്ച് റോഡിലേക്ക് ആണ് വിള്ളൽ അനുഭവപ്പെട്ടത്. അതിനോടൊപ്പം തന്നെ അവിടെയുള്ള സർവീസ് റോഡും ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട്. ഈ മേഖലയിൽ മണ്ണ് നിറച്ചത് ശരിയായ രീതിയിലാണോ എന്നുള്ളതാണ് ഒരു സംശയം. അത് ഇന്നലെ നടത്തിയ വിദഗ്ധ സമിതിയുടെ പരിശോധനയിലാണ് ഇക്കാര്യം ഒരു സംശയമുണ്ടായത്. കാരണം അത് ഗുണനിലവാരമില്ലാത്ത മണ്ണാണോ, അല്ലെങ്കിൽ അതിൽ നിറച്ചതിൽ എന്തെങ്കിലും തരത്തിലുള്ള തകരാറുകൾ സംഭവിച്ചിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി അവിടുത്തെ സാമ്പിൾ ശേഖരിക്കണമെന്ന് അറിയിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി ഇന്ന് വിദഗ്ധ സംഘത്തിൽ നിന്നുള്ള അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുന്ന സംഘം അവിടേക്ക് എത്തി ഈ റോഡ് കുഴിച്ച് അതിന്റെ സാമ്പിളുകൾ ശേഖരിക്കും. അതിനുശേഷം പരിശോധനകൾക്ക് ശേഷമായിരിക്കും എന്താണ് യഥാർത്ഥ പ്രശ്നം അവിടെ ഉള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും വിദഗ്ധ സമിതി ജില്ലാ കളക്ടർക്കും ഉൾപ്പെടെയുള്ളവർക്ക് ഈ നിലവിലുള്ള പരാതിയിന്മേൽ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. അത് പക്ഷേ താൽക്കാലിക റിപ്പോർട്ടാണ്. ഇനിയിപ്പോൾ അന്തിമമായ റിപ്പോർട്ട് സമർപ്പിച്ചാലാണ് അതിൽ ഏതൊക്കെ തരത്തിലുള്ള തുടർ നടപടികളാണ് വേണ്ടതെന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. ശരി ലിഷോയ്.